നമ്മളൊന്ന് ആലോചിച്ച് നോക്കും. ആകാശത്തിൻ്റെ മുകളിലൂടെ പറന്ന് നടന്ന് നമുക്ക് ഫലസ്തീനിനെ ഇപ്പോൾ കാണാൻ കഴിയുമായിരുന്നെങ്കിൽ, ആകാശത്തിലൂടെ പറന്ന് നടന്നുകൊണ്ട് ഫലസ്തീനിനെ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുമായിരുന്നെങ്കിൽ, ഈ രാത്രിയിൽ അവിടെ വെട്ടം ഉണ്ടാവുമോ? ഈ രാത്രിയിൽ അവിടെ വെട്ടം ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അവിടെ ഒന്നും ഉണ്ടാവില്ല. ഒരു പ്രേത നഗരം പോലെ അതിങ്ങനെ കിടക്കും. അവിടുത്തെ ഓരോ മുക്കുമൂലയിലും നമുക്ക് നിലവിളി ശബ്ദങ്ങൾ മുഴങ്ങുന്നത് പോലെ തോന്നിയേക്കാം. നമ്മൾ നോക്കുന്ന 4 ഭാഗത്തു നിന്നും ചെറിയ കുഞ്ഞുങ്ങൾ നമ്മുടെ കണ്ണ് വെട്ടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നത് പോലെ നമുക്ക് തോന്നിയേക്കാം. നമുക്ക് ചിലപ്പോൾ ഭയപ്പാടുണ്ടായേക്കാം. ലോകത്തിലെ ഏറ്റവും വലിയ ഖബറടക്കാത്ത ഖബർസ്ഥാനായിട്ട് മാറിയിരിക്കുന്ന ഫലസ്തീനിനെ ഓർക്കുമ്പോൾ അവിടെ പോയി രാത്രി നമ്മളെ കൊണ്ട് ഇറക്കിയാൽ നമ്മൾ പേടിച്ചു പോകും. കാരണം നമ്മൾ പോയി സമാധാനത്തോടെ എവിടെയെങ്കിലും ഒന്ന് ഇരിക്കാമെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ അവിടെ നിന്ന് നമുക്ക് കിട്ടുന്നത് ചിലപ്പോൾ ഒരു ജീർണിച്ച ശരീരത്തിൻ്റെ അവശിഷ്ടമായിരിക്കും. ചിലപ്പോൾ നമ്മുടെ കൈവശം നമ്മൾ ഇരിക്കാൻ വേണ്ടി പിടിച്ചത് ഒരു കുഞ്ഞിൻ്റെ തലയോട്ടിയിലായിരിക്കും. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രേത നഗരമാണ്. എന്നാൽ ആ പ്രേത നഗരത്തിൽ ഊണും ഉറക്കവും ഒന്നുമില്ലാതെ ഈ ഒരു ഖബർസ്ഥാനിൻ്റെ നടുക്ക് ജീവിക്കുന്ന ആളുകളെ പോലെ, അടക്കപ്പെടാത്ത ശരീരങ്ങളുള്ള വിശാലമായ ഖബർസ്ഥാനിൻ്റെ നടുക്ക് ഇപ്പോഴും ഞങ്ങളിവിടെ നിന്ന് പോവില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കൂട്ടം ആളുകളെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നമുക്കൊക്കെ രാത്രി പുറത്തിറങ്ങാൻ പലർക്കും പേടിയാണ്, പ്രേതങ്ങളെക്കുറിച്ച് ഓർത്ത്. അല്ലെങ്കിൽ അവിടെ ഒരാൾ മരിച്ചതാണ്, ഈ റോഡിലൊരാൾ പണ്ട് ആക്സിഡൻറ്റിൽ മരിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ പോകാൻ പേടിക്കാറുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, ഒരു നാട്ടിലെ ജനങ്ങൾ മുഴുവൻ നടക്കുന്നത് മയ്യത്ത്, ജീർണിച്ച് തുടങ്ങിയ വയറ് പൊട്ടിയ തലയറ്റുപോയ മനുഷ്യരുടെ ശവങ്ങൾക്കിടയിലൂടെയാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ പേടിപ്പിക്കാറുള്ളത് ഓരോ പ്രേത കഥകൾ പറഞ്ഞിട്ടാണ്, ചോറ് തിന്നാനൊക്കെ അല്ലേ. എന്നാൽ ഈ കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്ന ഒരല്പ ഭക്ഷണം പോലും, അല്ലെങ്കിൽ എന്തെങ്കിലും കിട്ടുന്നതിൻ്റെ അംശം പോലും അവരിന്ന് ഭക്ഷിക്കുന്നത് മയ്യത്തുകളെ നോക്കിക്കൊണ്ടാണ്. അവർക്ക് രാവും പകലൊക്കെ ഒരുപോലെയാണ്, എപ്പോഴും ഭയം മാത്രമേ ഉള്ളൂ. അത് മയ്യത്തുകളെ ഭയപ്പെട്ടുകൊണ്ടല്ല, അതാണ് ഏറ്റവും വലിയ അത്ഭുതം. മരിച്ചുപോയ ആളുകളുടെ പ്രേതങ്ങളെ ഭയപ്പെട്ടുകൊണ്ടല്ല, മയ്യത്തുകളെ ഭയപ്പെട്ടുകൊണ്ടല്ല, ജീവനുള്ള മനുഷ്യരെ ഭയപ്പെട്ടുകൊണ്ടാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഈ ഒരു സമൂഹത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അത്ഭുതം തോന്നാറുണ്ട്. അവർക്ക് എന്താണ് അവരുടെ അവസ്ഥ? നമ്മൾ അവരെ ഓർത്ത് വിലപിക്കുന്നു, നമ്മൾ അവരെ ഓർത്ത് കരയുന്നു, മനസ്സിലൊരു സമാധാനവും. ഫലസ്തീനിലല്ലേ പ്രശ്നം, നമ്മളിലേക്ക് അത് എത്തിയിട്ടില്ലല്ലോ. അതുകൊണ്ട് വിലപിക്കുമ്പോഴും നമ്മൾ ആ വിലപിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫോണിൽ കോമഡികൾ കാണാറുണ്ട്, നമ്മൾ തിയേറ്ററിൽ പോയി സിനിമകൾ കാണാറുണ്ട്, നമ്മൾ കല്യാണം കൂടാറുണ്ട്, കല്യാണ വീഡിയോസ് എടുക്കാറുണ്ട്, ആഹ്ലാദിക്കാറുണ്ട്, അറുമാദിക്കാറുണ്ട്. അതിനിടയിൽ ചില സമയങ്ങളിൽ നമ്മൾ സങ്കടപ്പെടാറുണ്ട്. നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഈ വേദന കിടക്കാറുമുണ്ട് കേട്ടോ. അല്ലാതെ നമ്മൾ സിനിമ കാണുമ്പോഴും നമ്മൾ കല്യാണം കൂടുമ്പോഴൊക്കെ നമ്മുടെ ആസ്വദിക്കുന്നുണ്ടെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ ഒരു നീറ്റൽ അതിങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മുടെ ലൈഫ് നമ്മൾ പക്ഷെ നോർമലൈസ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. അവർക്ക് പക്ഷെ എന്താണ് അവരുടെ അവസ്ഥ എന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. അപ്പോഴാണ് സൂറത്ത് യാസീൻ ഞാനിങ്ങനെ പാരായണം ചെയ്യുന്ന സമയത്ത് സൂറത്ത് യാസീനിലെ ചില ആയത്തുകൾ എൻ്റെ മനസ്സിനെ വല്ലാതെ സ്പർശിക്കാറുള്ള ആയത്തുകളാണ്. സൂറത്ത് യാസീനിൽ ഒരു ഭാഗമുണ്ടല്ലോ, ഒരു നാട്ടിലേക്ക് കുറച്ച് പ്രവാചകന്മാർ വരുന്നു. ആ പ്രവാചകന്മാർ ആ നാട്ടിലെ ആളുകളെ പ്രബോധനം ചെയ്യുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ് ജനങ്ങളെ എന്ന് പറഞ്ഞ് അവർക്ക് ബോധവൽക്കരണം നടത്താണ്. എന്നാൽ ആ ജനങ്ങൾക്ക് ആ പ്രവാചകന്മാരോട് അത്രയ്ക്കും കൊണ്ട് ഇഷ്ടം തോന്നുന്നില്ല. ആ പ്രവാചകന്മാരെ കോർണർ ചെയ്യുന്നു. ആ പ്രവാചകന്മാരെ ഉപദ്രവിക്കാനും വധിക്കാനും കൊല ചെയ്യാനും ആൾക്കൂട്ട കൊലപാതകത്തിന് വേണ്ടിയിട്ട് ആളുകൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ആ സമയത്ത് ആ നാട്ടിലെ പട്ടണത്തിൽ നിന്നൊരു ചെറുപ്പക്കാരൻ ഓടി വരുന്നു. നിങ്ങൾ ആലോചിക്കുന്നത് ഒരു ചെറുപ്പക്കാരൻ്റെ കഥയാണ് കേട്ടോ. ഒരു ചെറുപ്പക്കാരൻ ഓടി വരികയാണ്. ആ ചെറുപ്പക്കാരൻ ഓടി വന്നിട്ട് ആ ജനങ്ങളോട് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇവർ നിങ്ങളോട് പ്രത്യേകിച്ച് പണമൊന്നും ചോദിക്കുന്നില്ലല്ലോ, ഇവർ നിങ്ങളോട് ഈ കാര്യങ്ങൾ പറയുന്നുണ്ട്, അവർ നിങ്ങളെ ഉത്ബോധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളോട് പ്രത്യേകിച്ച് സമ്പത്തൊന്നും ചോദിക്കുന്നില്ലല്ലോ, നിങ്ങളോട് പ്രത്യേകിച്ച് എന്തെങ്കിലും കാണിക്കയായിട്ട് ചോദിക്കുന്നുണ്ടോ, ഒന്നും ചോദിക്കുന്നില്ലല്ലോ. അവർ പറയുന്നൊന്ന് കേൾക്ക്, അവർ പറയുന്നത് സത്യമാണെങ്കിൽ അത് അംഗീകരിക്കാൻ നമുക്ക് എന്താണ് ബുദ്ധിമുട്ട്, അവർ പറയുന്നതിന് എനിക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ എന്നാണ് ആ ചെറുപ്പക്കാരൻ അവരോട് കൺവേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അവരെല്ലാവരും കൂടി കുറച്ച് പ്രവാചകന്മാരെ ഒറ്റപ്പെടുത്തി വധിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, ആ പ്രവാചകന്മാരെ കള്ളന്മാരാക്കി മനസ്സിലാക്കി അവരെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് അവരിൽ നിന്നൊരു ചെറുപ്പക്കാരൻ ഓടി വന്ന് ആ പ്രവാചകന്മാരെ സപ്പോർട്ട് ചെയ്തത് ആ ജനങ്ങൾക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. ആ ചെറുപ്പക്കാരൻ അവിടെ നീതിക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത്. ആ ചെറുപ്പക്കാരൻ അവിടെ നടക്കാൻ പോകുന്ന അനീതിക്കെതിരായി, അവരെ ആ പ്രവാചകന്മാർ നേരിടാൻ പോകുന്ന അക്രമത്തിനെതിരായിട്ട് സംസാരിക്കുകയാണ്. അതിനുവേണ്ടി നിലയുറപ്പിക്കുകയാണ്, അതിനു വേണ്ടിയിട്ട് ആ ജനങ്ങളോട് തർക്കിക്കുകയാണ്.
അതിഷ്ടപ്പെടാതെ ആ സമൂഹം ആദ്യം ആ ചെറുപ്പക്കാരനെ കൊന്നുകളഞ്ഞു. ആ ചെറുപ്പക്കാരനെ ആൾക്കൂട്ട കൊലപാതകത്തിലൂടെ ആ ചെറുപ്പക്കാരനെ കൊന്നുകളഞ്ഞു. ആ പട്ടണത്തിൽ നിന്നും ഓടി വന്ന ആ ചെറുപ്പക്കാരൻ, പട്ടണത്തിൽ നിന്നും പാഞ്ഞു വന്ന ആ ചെറുപ്പക്കാരൻ, നന്മയ്ക്ക് വേണ്ടി സംസാരിച്ച ആ ചെറുപ്പക്കാരൻ, ആ പ്രവാചകന്മാരുടെ നന്മയും ആ സമൂഹത്തിൻ്റെ നന്മയും മനസ്സിൽ കരുതിക്കൊണ്ട് സംസാരിച്ച ആ ചെറുപ്പക്കാരൻ അവരുടെ കൈയാൽ വധിക്കപ്പെട്ടു. നിങ്ങൾ ആ സീനൊന്ന് ആലോചിച്ച് നോക്കി. അവരുടെ ഓരോ കരങ്ങളും ആ ചെറുപ്പക്കാരൻ്റെ മേൽ പതിക്കുമ്പോഴും, ആദ്യത്തെ അടികളിലൊന്നും ആ ചെറുപ്പക്കാരൻ മരിച്ചിട്ടുണ്ടാവില്ല, അവന് വേദന എടുക്കുന്നുണ്ടാവും. പിന്നീടുള്ള ശക്തമായ അടികളിൽ അവൻ പൊളയുന്നുണ്ടാവാം. അവൻ്റെ പുറംതലയ്ക്കും മുഖത്തിനും മൂക്കിനും ശരീരത്തിലൊക്കെ നന്നായി മർദ്ദനമേറ്റിട്ടുണ്ടാവാം. അവർ ഏത് രീതിയിലാണ് അവനെ ക്രൂശിച്ചിട്ടുള്ളത് എനിക്കറിയില്ല, പക്ഷെ അവനെ ക്രൂശിച്ചിട്ടാണ് കൊന്നത്. അപ്പോൾ അവനെ പല രീതിയിൽ ആക്രമിച്ച് അവരെ കൊന്നു കളഞ്ഞ സമയത്ത് ആ നാട്ടുകാരെന്തായിരിക്കും വിചാരിച്ചിട്ടുണ്ടാവുക? ആ നാട്ടുകാർ കണ്ടോ, ഞങ്ങൾക്കെതിരെ സംസാരിച്ച, ഞങ്ങൾക്കെതിരെ നാവ് ഉയർത്തിയ ഒരുവനെ ഞങ്ങളിതാ കൊന്നിരിക്കുന്നു. ഞങ്ങൾക്കെതിരെ സംസാരിക്കുന്നവർക്ക് ഇനി ഇതായിരിക്കും എന്ത് വിധി. അതുകൊണ്ട് എല്ലാവരും ഓർത്തിരിക്കൂ, ജാഗ്രത. എല്ലാവരും ശ്രദ്ധിച്ചോ, സൂക്ഷിച്ചോ. ഞങ്ങൾക്കെതിരെ നാവ് ഉയർത്തിയാൽ ഇവൻ്റെ വിധിയായിരിക്കും നിനക്ക് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനെ എല്ലാവരും കാണിച്ചു കൊടുത്തിട്ടുണ്ടാവും. എന്നാൽ ആ ചെറുപ്പക്കാരന് പിന്നെ എന്താ സംഭവിച്ചത്? സൂറത്ത് യാസീൻ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ സൂറത്ത് യാസീനിൽ കാണുന്നത്, സൂറത്ത് യാസീനിൽ 26-ാമത്തെ ആയത്തൊക്കെ നമ്മൾ 26-ന് മുകളിലുള്ള ആയത്തുകളൊക്കെ പരിശോധിച്ച് ഇങ്ങനെ വരുമ്പോൾ 26-ാമത്തെ ആയത്ത് തൊട്ടിട്ട് പടച്ചതമ്പുരാൻ പറയുന്നത് കാണാൻ പറ്റും. ആ ചെറുപ്പക്കാരൻ്റെ മരണത്തോടുകൂടി, ആ മരണമെന്ന് പറയുന്ന ഒരു കാര്യം സംഭവിച്ചതോടുകൂടി ആ ചെറുപ്പക്കാരന് വന്ന വിളിയാളം സ്വർഗത്തിൽ പ്രവേശിക്കുക എന്നുള്ളതാണ്. പടച്ചവൻ്റെ തൃപ്തിയിലേക്ക്. സ്വർഗമെന്ന് പറഞ്ഞാൽ എന്താണ്? അത് അള്ളാഹുവിൻ്റെ തൃപ്തിയാണ്. നമ്മൾ സ്വർഗത്തിലെ വിഭവങ്ങളും എല്ലാം പറയുന്നത് അള്ളാഹുവിൻ്റെ തൃപ്തിയുടെ ഭാഗമായിട്ട് ലഭിക്കുന്നതാണ്. അൾട്ടിമേറ്റ് സ്വർഗം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ തൃപ്തി എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ സ്വർഗത്തിൽ പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ ആ ചെറുപ്പക്കാരൻ്റെ മരണത്തോടുകൂടി ആ ചെറുപ്പക്കാരന് ലഭിച്ചത് എന്താണ്? പടച്ച തമ്പുരാൻ്റെ അതിവിശിഷ്ടമായിട്ടുള്ള തൃപ്തിയാണ്. പടച്ചവൻ്റെ തൃപ്തിയിലേക്ക് അവൻ മടങ്ങി. പടച്ചവൻ്റെ തൃപ്തിയിലേക്ക് അവൻ മടങ്ങാണ്. അള്ളാഹുവിൻ്റെ അടുക്കൽ അവർക്ക് സമാധാനത്തിൻ്റെ ഭവനമുണ്ട്. സൂറത്തുൽ അനാമിൻ്റെ ഒരു ആയത്തുണ്ട്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ലഹും ദാറുസ്സലാമി എന്ന് തുടങ്ങുന്ന ഒരു ആയത്ത്. അവർക്ക് അവരുടെ രക്ഷിതാവിൻ്റെ അടുക്കൽ സമാധാനത്തിൻ്റെ ഭവനമുണ്ട്. അവൻ അവരുടെ രക്ഷാധികാരി ആയിരിക്കും. അവർ പ്രവർത്തിച്ചിരുന്നതിൻ്റെ ഫലമത്രയത്. അപ്പോൾ ഒരു തിന്മ നടക്കുമ്പോൾ അത് തിന്മയാണ് എന്ന് ഉണർത്തി കൊടുക്കുകയും ആ തിന്മയ്ക്കെതിരെ സംസാരിക്കുകയും നന്മയ്ക്ക് വേണ്ടി ഒന്ന് ആലോചിച്ച് നോക്കുക. ആ പ്രവാചകന്മാർക്കും വേണ്ടിയും ആ സമൂഹത്തിന് വേണ്ടി കൂടിയാണ് ആ ചെറുപ്പക്കാരൻ സംസാരിക്കുന്നത്. ആ ചെറുപ്പക്കാരനെ അവർ വധിച്ചു കളഞ്ഞു. ആ വധത്തോടു കൂടി അവർ അഹങ്കാരികളായി മാറുകയും ഞങ്ങളോട് കളിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുമെന്ന് പറയുകയും, എന്നാൽ ആ ചെറുപ്പക്കാരൻ്റെ മരണത്തോടുകൂടി ചെറുപ്പക്കാരൻ എന്ത് സംഭവിച്ചു? നീ സ്വർഗത്തിൽ പ്രവേശിച്ചു കൊള്ളുക എന്ന് അദ്ദേഹത്തോട് പറയപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, എൻ്റെ ജനത ഇതറിഞ്ഞിരുന്നെങ്കിൽ. ജസ്റ്റ് ഒരു നന്മയെ ഉണർത്തി, ഒരു നന്മയ്ക്ക് വേണ്ടി സംസാരിച്ചു, അതുമാത്രമേ ഞാൻ ചെയ്തുള്ളൂ. നന്മയ്ക്ക് വേണ്ടി സംസാരിച്ച കാരണം കൊണ്ട് ഞാൻ വധിക്കപ്പെട്ടപ്പോൾ ശരിയായൊരു കാര്യത്തെ, അനീതിക്കെതിരെ ഞാൻ പോരാടിയപ്പോൾ, അനീതിക്കെതിരെ ഞാൻ ശബ്ദമുയർത്തിയപ്പോൾ അവിടുത്തെ ആ മനുഷ്യൻ്റെ പോരാട്ടം ശബ്ദമുയർത്തുക എന്നുള്ളതാണ്. ഈ ഫലസ്തീനിൻ്റെ വിഷയത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യമാണ് ശബ്ദമുയർത്തുക. ആ ശബ്ദമുയർത്തിയ കാരണം കൊണ്ട് ആ ചെറുപ്പക്കാരൻ വധിക്കപ്പെട്ടു. നെക്സ്റ്റ് അടുത്ത നിമിഷം ചെറുപ്പക്കാരന് കിട്ടിയ വെളിപാടെന്താണ്? ആ ചെറുപ്പക്കാരന് കിട്ടിയ സുവിശേഷം എന്താണ്? ആ ചെറുപ്പക്കാരന് കിട്ടിയ സന്തോഷം എന്താണ്? നീ സ്വർഗത്തിൽ പ്രവേശിച്ചു കൊള്ളുക എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, എൻ്റെ ജനത ഇതറിഞ്ഞിരുന്നെങ്കിൽ, അഥവാ എൻ്റെ നാഥൻ എനിക്ക് മാപ്പേകിയതും എന്നെ ആദരണീയമായൊരു പൊസിഷനിൽ എത്തിച്ചതും എന്നെ ആദരണീയമായൊരു സ്ഥാനത്തിലിരുത്തിയതും എൻ്റെ ജനത അറിഞ്ഞിരുന്നെങ്കിൽ, ഒരു നന്മയ്ക്ക് വേണ്ടി നാവ് ഉയർത്തിയപ്പോൾ അതിൻ്റെ പേരിൽ ഞാൻ മരണപ്പെട്ടപ്പോൾ ആ കാരണം കൊണ്ട് എനിക്ക് സ്വർഗപ്രവേശം നൽകുകയും പടച്ചവൻ്റെ തൃപ്തി നൽകുകയും എനിക്കെൻ്റെ നാഥൻ പുറത്തു തരികയും ആദരണീയമായ ഒരു ഹോണറബിൾ പൊസിഷനിൽ എന്നെ പടച്ച തമ്പുരാൻ അവൻ്റെ കാരുണ്യം കൊണ്ടും ഔദാര്യം കൊണ്ടും എത്തിച്ചത് എൻ്റെ സമൂഹം അറിഞ്ഞിരുന്നെങ്കിൽ എന്ന് അദ്ദേഹം പറയാണ്. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നൊരു കാര്യമുണ്ട്. നിങ്ങളൊന്ന് ആലോചിക്കുക. അതിനു മുമ്പ് ഞാനൊരു കാര്യം നിങ്ങളോട് ഉണർത്താൻ ആഗ്രഹിക്കുന്നത്, ഇപ്പോൾ ഇവിടെ മരണപ്പെട്ടത് ഒരു വ്യക്തിയാണെങ്കിൽ, ഇവിടെ മരണപ്പെട്ടു പോയത് ഒരു വ്യക്തിയാണ്. ഖുർആനിൽ പറയുന്ന ഈ സംഗതിയിൽ പട്ടണത്തിൽ നിന്ന് ഓടി വന്ന ഒരു ചെറുപ്പക്കാരനാണ് മരണപ്പെട്ടതെങ്കിൽ ഫലസ്തീനിൽ മരണപ്പെടുന്നത് ആയിരക്കണക്കിന് ആളുകളാണ്. 10,000-കണക്കിന് ആളുകളാണ് ഫലസ്തീനിൽ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പതിനായിരക്കണക്കിന് കുട്ടികളാണ് അവിടെ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ആലോചിച്ച് ഒരു അക്രമത്തിനെതിരെ സംസാരിക്കുകയും നീതിക്ക് വേണ്ടി പോരാടുകയും ചെയ്ത് ശബ്ദമുയർത്തുന്ന കുട്ടികളാണ് അവിടെ ഉള്ളത്, ആളുകളാണ് അവിടെ ഉള്ളത്. അവിടെയുള്ള പോരാളികളെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്, അവിടുത്തെ ഹമാസിൻ്റെ ആളുകളെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്, ആ നാട്ടിലെ ജനങ്ങളെക്കുറിച്ചാണ് പറയുന്നത്.
കടയിൽ നിന്ന് മിഠായി വാങ്ങിച്ച് തിന്നുന്ന, വീട്ടിൽ കുഞ്ഞുങ്ങൾക്ക് പാചകം ചെയ്തുകൊണ്ടിരിക്കുന്ന, ഭർത്താവിനെ കാത്തിരുന്ന, ആഹാരം വിളമ്പിക്കൊടുക്കാൻ കാത്തിരിക്കുന്ന, സ്വന്തം മക്കളെ കാത്തിരിക്കുന്ന, കൊച്ചുമക്കളെ തലോടിക്കൊണ്ടിരിക്കുന്ന, സ്കൂളിൽ വിദ്യാഭ്യാസം കൊണ്ടിരിക്കുന്ന, വിദ്യാർത്ഥികൾക്ക് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്ന, രോഗികളെ ശുശ്രൂഷിക്കുന്ന ആ നാട്ടിലെ ആളുകളെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ആ നാട്ടിലെ ആളുകൾ നന്മയ്ക്ക് വേണ്ടി സംസാരിക്കുകയും അക്രമത്തിനെതിരെ അവരുടെ ശബ്ദം ഉയർത്തുകയും ചെയ്തതിൻ്റെ പേരിൽ മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതെന്താണെന്ന് പോലും അറിയാതെ, ഇതെൻ്റെ നാടാണെന്ന് മാത്രം അറിയാം, ഇതെൻ്റെ സ്ഥലമാണെന്ന് മാത്രം അറിയാം, ഇവിടെ നിന്ന് ഞാൻ പോകേണ്ട കാര്യമില്ല എന്ന് മാത്രം അറിയാവുന്ന കുഞ്ഞുങ്ങൾ, വേറെ അവർക്കൊന്നും അറിഞ്ഞൂടാ. അവർക്ക് October 7 അറിഞ്ഞൂടാ, 1948 ഇസ്രായേൽ രാജ്യം രൂപീകരിച്ച് ഒന്നും അവർക്ക് അറിഞ്ഞൂടാ. അവർക്ക് ഇത് ഞങ്ങളുടെ സ്ഥലമാണെന്ന് മാത്രം അറിയാം, ഞങ്ങളുടെ ഏരിയ ആണ്, ഞങ്ങളിവിടെ കളിച്ചുകൊണ്ട് നടക്കുന്ന ഏരിയ ആണ്, ഞങ്ങളിവിടെ ഓടിച്ചു വിടുന്ന എന്തിനാണെന്ന് മാത്രമേ അതുങ്ങൾക്കറിയുള്ളൂ. അപ്പോൾ അതുപോലത്തെ കുഞ്ഞുങ്ങളടക്കം ബോധപൂർവമോ അല്ലാതെയോ അവർ നന്മയ്ക്ക് വേണ്ടിയിട്ട് അക്രമത്തിനെതിരായിട്ട് പോരാടുമ്പോൾ, ശബ്ദമുയർത്തുമ്പോൾ, ആ കുഞ്ഞുങ്ങളുടെ വധത്തിൽ, ആ മരണത്തിന് ശേഷം ആ കുഞ്ഞുങ്ങൾക്ക് ലഭിക്കുന്നത് എന്തായിരിക്കും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ആ കുഞ്ഞുങ്ങൾക്ക് ലഭിക്കുന്നത് എന്തായിരിക്കും? ഒരു ചെറിയ കാര്യം പറഞ്ഞ് ഒരു സമൂഹത്തിൻ്റെ മുമ്പിൽ അക്രമത്തിനെ എടുത്ത് ചൂണ്ടിക്കാണിച്ച ചെറുപ്പക്കാരൻ മരണപ്പെട്ടപ്പോൾ അവന് ലഭിച്ച പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ടെങ്കിൽ, കൃത്യമായ ബോധത്തോടുകൂടി ഒരു അക്രമത്തിനെ, ഒരു സമൂഹത്തെ മുഴുവൻ രക്ഷപ്പെടുത്താൻ വേണ്ടി പരിശ്രമിക്കുന്ന ആ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകളുടെ സ്ഥാനം എന്തായിരിക്കും? ശരീരം അറ്റു വീഴുന്ന, ഗർഭിണികളായ അവസ്ഥയിൽ, ഗർഭം ധരിച്ച് ക്ഷീണത്തിൻ്റെ മുകളിൽ ക്ഷീണം വഹിച്ചുകൊണ്ട് ഗർഭം ധരിച്ച് ഇരിക്കുന്ന ആ സ്ത്രീകളുടെ ജീവൻ അറ്റുപോകുന്ന സമയത്ത് അവർക്ക് ലഭിക്കുന്ന പ്രതിഫലം എന്തായിരിക്കും? ഒന്നാലോചിച്ച് നോക്ക്. വാർദ്ധക്യത്തിൽ നടക്കാൻ പോലും കഴിയാതെ മക്കളുടെ തോളത്ത് ചാരിയിരുന്ന് സന്തോഷിച്ചിട്ട് സംസാരിക്കേണ്ട പ്രായത്തിൽ വെടിയുണ്ട ഏറ്റ് പെടഞ്ഞു വീഴുന്ന മക്കളെ കണ്ട് അവരുടെ സമീപത്ത് തന്നെ ചെതറിത്തെറിച്ചു പോകുന്ന ആ മാതാപിതാക്കളുടെ അവസ്ഥ എന്തായിരിക്കും? അവർക്ക് ഒറ്റ കാര്യം മാത്രമേ അറിയുള്ളൂ, നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അനീതിയാണ്, ഇത് ചെയ്യാൻ പാടില്ല, ഇത് തെറ്റാണ്, ഞങ്ങളിവിടെ നിന്ന് ഓടിക്കാൻ നോക്കരുത്, നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ്, നിങ്ങൾ ചെയ്യുന്നത് അനീതിയാണ്, ഇത് മാത്രമേ അതുങ്ങൾക്കറിയുള്ളൂ. ഫ്രീ ഫലസ്തീൻ എന്ന് പറയുമ്പോഴും, ഫലസ്തീൻ എന്ന് അവർ ഉറക്കെ വിളിച്ചു പറയുമ്പോഴും പറയുന്നതിൻ്റെ അർത്ഥം ഇതാണ്: നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ്, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിക്രമമാണ്, നിങ്ങളിങ്ങനെ ചെയ്യരുത് എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അവിടെ മരണപ്പെട്ടു വീഴുന്ന ഓരോ ആളുകളുടെയും പ്രതിഫലം എന്തായിരിക്കുമെന്ന് നിങ്ങളൊന്ന് ഊഹിച്ചു നോക്കുക. അവരുടെ മനസ്സിൽ യാതൊരു കപടതയും തിന്മയൊന്നും ഇല്ലാതാണ് മരിക്കുക. കാരണം എന്ത് തെറ്റുകാർ ആ കൂട്ടത്തിലുണ്ടെങ്കിൽ പോലും ആ തെറ്റുകളിൽ ആത്മാർത്ഥമായിട്ട് അറിയാതെ തന്നെ പശ്ചാത്തപിക്കേണ്ട സാഹചര്യങ്ങൾ അവരുടെ മുമ്പിൽ വന്നു. കിയാമം കാണുന്നത് പോലെ മുമ്പിൽ വന്നു. കിയാമത്തിനെ നേരിട്ട് കാണുന്നത് പോലുള്ള സാഹചര്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നൊരു മനുഷ്യനെ എങ്ങനെ പശ്ചാത്തപിക്കാതിരിക്കും? അവന് അസൂയ ഉണ്ടാവും, അവന് കുശുമ്പുണ്ടാവും, അവന് വൈരാഗ്യം ഉണ്ടാവും, അവന് പണത്തോടുള്ള കൊതി ഉണ്ടാവും, എന്തിനോടെങ്കിലും കൊതി ഉണ്ടാവും. എന്നാലോചിച്ച് നോക്കുക. അപ്പോൾ ആ സമൂഹത്തിൻ്റെ പടച്ചവൻ്റെ മുമ്പിലുള്ള അവസ്ഥ എന്താണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഇനി ആ ചെറുപ്പക്കാരൻ, സൂറത്ത് യാസീനിൽ പറയുന്ന മദീനയിൽ നിന്ന് ഓടി വന്ന, പട്ടണത്തിൽ നിന്നും ഓടി വന്ന ആ ചെറുപ്പക്കാരനെ വധിച്ചു കളഞ്ഞ ആളുകളെക്കുറിച്ച്, അല്ലെങ്കിൽ തിന്മയ്ക്കെതിരെ സംസാരിച്ച ആ ചെറുപ്പക്കാരനെ കൊന്നുകളഞ്ഞ ആളുകളെക്കുറിച്ച് പടച്ചതമ്പുരാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമൂഹത്തെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്ത് നിന്നും ഒരു വലിയ സൈന്യത്തെ ഒന്നും ഇറക്കിയിട്ടില്ല എന്നാണ്. ഒരു ഘോര ശബ്ദം അവരെ പിടികൂടിയെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതായത് ഈ തിന്മ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സമൂഹത്തെ നശിപ്പിക്കാൻ, അവരെ ഇല്ലായ്മ ചെയ്യാൻ പടച്ച തമ്പുരാൻ എന്തു വേണ്ട, ആകാശത്ത് നിന്നും സൈന്യത്തെ ഇറക്കൊന്നും വേണ്ട. അവരെ പിടികൂടാൻ അള്ളാഹുവിനറിയാം, അത് പിടികൂടേണ്ട സമയത്ത് പിടികൂടും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതുമാത്രമല്ല, നിങ്ങൾ താഴേക്ക് ഖുർആനായത്ത് പിന്നെ വായിച്ചു നോക്കുക. നിർജീവമായിട്ടുള്ള, സൂറത്ത് യാസീൻ അത് കഴിഞ്ഞിട്ട് വായിച്ചു നോക്കുക. നിർജീവമായിട്ടുള്ള ഭൂമിയിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവൻ തുടിക്കുന്ന സസ്യജാലങ്ങളെ പുറത്തു കൊണ്ടുവരികയും അത് തോട്ടങ്ങളാക്കുകയും ചെയ്യുന്നതിനെക്കുറിച്ചൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അപ്പോൾ ഫലസ്തീൻ എന്ന് പറയുന്ന നാട് ഇപ്പോൾ നിർജീവമായൊരു അവസ്ഥയിലാണുള്ളത്. അവിടെയുള്ള ഓരോ വ്യക്തികളും സൂറത്ത് യാസീനിലുള്ള ആ തിന്മയെ എതിർത്ത ഓരോ വ്യക്തിക്ക് തുല്യമായ ഓരോ വ്യക്തികളാണ്. ഓരോരുത്തരും മരിച്ചു വീഴുമ്പോൾ ആ ചെറുപ്പക്കാരൻ എന്തായിരുന്നോ വിധി, അതിന് തുല്യമായ വിധി അവർക്ക് ലഭിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ, ദർജ വർദ്ധിപ്പിച്ച് അനുഗ്രഹിക്കട്ടെ. അവർക്ക് വേണ്ടി സംസാരിക്കുന്ന, അവർക്ക് വേണ്ടി കരയുന്ന നമുക്ക് വേണ്ടി നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പദവിയും ഉയർത്തി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ, സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോൾ ആ പട്ടണത്തിൽ നിന്ന് ഓടി വന്ന ചെറുപ്പക്കാരനെ വധിച്ച ആ ശത്രുക്കൾക്ക്, ആക്രമികൾക്ക് പടച്ച തമ്പുരാൻ കൊടുത്തതെന്താണ്? ആകാശത്ത് നിന്ന് സൈന്യത്തെ ഒന്നും ഇറക്കാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സമൂഹത്തെ എന്താക്കി കളഞ്ഞു? ഒരു ഘോര ശബ്ദത്താൽ പിടികൂടി കളഞ്ഞു. അപ്പോൾ ഇതിൽ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. ആ വ്യക്തിയുടെ ദർജ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തി. പട്ടണത്തിൽ നിന്ന് ഓടി വന്ന ചെറുപ്പക്കാരൻ്റെ ദർജ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തി. അതുപോലെ തന്നെ മരിച്ചു പോകുന്ന എല്ലാവരും എല്ലാ ദിവസവും എപ്പോഴും എപ്പോൾ വേണമെങ്കിലും മരിക്കാം.
അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഈമാനോടുകൂടി കടമകളെ പൂർത്തീകരിച്ച് മരിക്കാനുള്ള തൗഫീക്ക് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അതുപോലെ ഫലസ്തീനിലെ കുട്ടികളും എല്ലാവരും മരിക്കുന്നു, പക്ഷെ അവരുടെ ദർജ സാധാരണക്കാരേക്കാളും ഉന്നതമാണ്. ചെയ്ത അക്രമികളുടെ അവസ്ഥ സാധാരണ അക്രമികളെക്കാളും ഭീകരമായിരിക്കും അള്ളാഹുവിൻ്റെ മുമ്പിൽ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.